അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫർദായ അമലുകൾ മുഴുവനും എടുക്കാതെ സ്വഭാവം നന്നാകൂല. ഏത് ആലിമിനെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കും, ഏത് തങ്ങളെ കണ്ടാലും കൈപിടിച്ച് ചുംബിക്കും, പക്ഷേ സുബഹി നിസ്കരിക്കൂല. അവന്റെ സ്വഭാവം നല്ലതല്ല. ഒരു ഭാഗത്ത് നല്ലതാണ്, ഒരു ഭാഗത്ത് ദോഷമാണ്. അങ്ങനെയാകാൻ പാടില്ല. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി. ഫർദാക്കിയ കാര്യങ്ങൾ എടുക്കാതെ അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. ചിലരുണ്ടല്ലോ, നേതാക്കളോട് വലിയ ബഹുമാനമാണ്, ബാപ്പാനെ ധിക്കരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ആലിമീങ്ങളെ കണ്ടാൽ വലിയ ആദരവാണ്, ഉമ്മാനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൂല, ഉമ്മാനെ വേണ്ട പോലെ പരിഗണിക്കൂല. അതേ ഫർദാക്കിയ കാര്യം ചെയ്തവനായില്ല. ചിലരുണ്ടല്ലോ, എത്ര വേണമെങ്കിലും സംഭാവന കൊടുക്കും, പക്ഷേ തൊട്ടടുത്തുള്ള വീട്ടുകാരന് അവന്റെ വീട്ടിലേക്കൊരു വഴി പോകാൻ, അവന്റെ വഴിയൊന്നൽപ്പം വീതി കൂട്ടാൻ, അവന്റെ മണ്ണിന്റെ മതിലൊന്നൊരൽപ്പം ചെത്തിക്കൊടുക്കാൻ പറഞ്ഞാൽ മരണം വരെ സമ്മതിക്കൂല. അയൽവാസിയെ സഹായിക്കൂല, അയൽവാസിയുള്ള കടപ്പാട് വീട്ടൂല. സ്വഭാവം നന്നായിട്ടില്ല. വേറെ ചിലരുണ്ടല്ലോ, എല്ലാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും, നേർച്ചകൾ ധാരാളം നടത്തും, ധാരാളം ദുആയിൽ പങ്കെടുക്കും, പക്ഷേ കുടുംബ ബന്ധം മുറിക്കുന്നവനാണ്. ജ്യേഷ്ഠനോട് മിണ്ടൂല, അനുജനോട് മിണ്ടൂല, പെങ്ങളെ വീട്ടിൽ പോവൂല, ആങ്ങളയുമായി മിണ്ടൂല, ബാപ്പാന്റെ അനുജനുമായി ശണ്ട കൂടുകയാണ്. കാരണം ഒരു പക്ഷേ താഴ്ന്ന ദുന്യാവാണ്, സ്വത്തവകാശം ഭാഗിക്കുന്ന സമയത്തുള്ള തർക്കമാണ്. വേറെ ചിലർക്ക് സ്വത്തിലുള്ള തർക്കമല്ല, അധികാരത്തിന്റെ തർക്കമാണ്. എന്നെ പ്രസിഡന്റാക്കിയില്ല, പ്രസിഡന്റായ എന്നെ ഖജാഞ്ചിയാക്കി പോയി, നേരത്തെ വൈസ് പ്രസിഡന്റായ എന്നെ ജോയിന്റ് സെക്രട്ടറി ആക്കി കളഞ്ഞു. വേറെ ചിലർക്ക് ഇപ്പൊ ഞാൻ ഒരു സ്ഥാനത്തും ഇല്ല. സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള വൈരാഗ്യമാണ്. സുബ്ഹാനല്ലാഹ്. ഖൽബ് നന്നായിട്ടില്ല, സ്വഭാവം നന്നായിട്ടില്ല. ഹബീബായ നബിതങ്ങൾ ഇഷ്ടപ്പെടുന്ന പട്ടികയിൽ പെട്ടിട്ടില്ല. അഹബ്ബുഹും ഇലയ്യ, നിങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അഹ്സനുക്കും അഖ്ലാഖാ, സ്വഭാവം നന്നായവനാണ്. മഹാനായ കുണ്ടൂർ ഉസ്താദിനെ കണ്ടിട്ടില്ലേ? അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അഹങ്കാരത്തിന്റെ ശകലമില്ല, സ്ഥാനം കിട്ടിയില്ല എന്ന ധാരണയില്ല, നല്ല കിടക്ക